നിങ്ങളുടെ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം അവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ടോ എന്നതാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് തരുന്നുണ്ട് കേട്ടോ ലൈഫിൽ. പലതവണ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആയിട്ടുണ്ടായിരിക്കണം ആൻഡ് അഗെയിൻ നിങ്ങൾ കണക്റ്റഡ് ആയിട്ടുണ്ടായിരിക്കണം. ആൻഡ് ഇതൊരു കാലചക്രമായിട്ട് കറങ്ങിക്കൊണ്ടേയിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അല്ലെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് കണക്ഷനിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതായിരിക്കും. ചില സമയത്ത് നല്ല രീതിയിൽ നല്ല ഒരു എന്താ പറയുക കോൺവെർസേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ആ സമയത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് എന്തും ചെയ്യാനൊക്കെ ആയിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം. അല്ലെങ്കിൽ ചില സമയത്ത് ഒട്ടും തന്നെ എന്താ പറയുക നിങ്ങൾ എത്രയൊക്കെ ദുഃഖങ്ങൾ അവിടെ പറയുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ എനിക്കിങ്ങനെയാണ്, എനിക്കങ്ങനെ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനൊരു ഇതുണ്ട് എനിക്ക്, മേ ബി അതൊന്നും അവർ എന്താ പറയുക ഒട്ടും മൈൻഡാക്കാത്ത ഒരു സിറ്റുവേഷൻസിലൂടെയും പോകുന്നവരായിരിക്കണം. ഒരു കണക്റ്റഡ് ആയിട്ടൊരു വീൽ ഓഫ് ഫോർച്യൂൺ അല്ലെങ്കിൽ ഇതിൽ കണക്റ്റഡ് ആയിട്ട് പോകുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ് ഇതിൽ നിൽക്കുന്നത് പല ആൾക്കാർക്കും. ആ ഒരു പേഴ്സണ് എന്താ പറയുക പല രീതിയിലും പല പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ പോലും ആ ഒരു പേഴ്സൺ ഇത് ടോട്ടലി ഇത് വിട്ട് കളയാതെ നിങ്ങളിൽ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇമ്പോർട്ടൻസ് തരുന്നുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതിൽ കാണിക്കുന്നുണ്ട്, ഇതിൽ വ്യക്തമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് തരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന അതേ അളവിലില്ല എന്ന് മാത്രം. നിങ്ങളായിരിക്കണം ചിലപ്പോൾ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങളുടെ ഫാമിലിനെ പോലും അല്ലെങ്കിൽ ഫാമിലിയിൽ ചെയ്യേണ്ട കാര്യങ്ങൾ പോലും മാറ്റി വെച്ചുകൊണ്ട് ഈ ഒരു പേഴ്സണ് വേണ്ടിയിട്ട് പല കാര്യത്തിലും നിന്നിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ അവൈലബിൾ ആയിട്ട് നിൽക്കേണ്ട ഒരു സമയത്ത് നിങ്ങൾ ഫാമിലിക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഫാമിലിയിൽ നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഒഴിവാക്കിയിട്ട് പോലും നിങ്ങൾ ഈ ഒരു പേഴ്സണ് വേണ്ടി നിന്നിട്ടുള്ളവരായിരിക്കണം. അപ്പോൾ ആ ഒരു പേഴ്സൺ അത്രയും മേ ബി നിങ്ങൾക്ക് ചെയ്യുന്നില്ലെങ്കിൽ പോലും ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട് അവരുടേതായിട്ടുള്ളൊരു രീതിയിൽ നിന്നാണ് കാണിക്കുന്നത്. അത് പക്ഷേ നിങ്ങൾക്ക് അതൊട്ടും തന്നെ പോരാ എന്നായിരിക്കും ചിന്ത വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ കുറേ ടോക്സിസിറ്റി ഉണ്ട് കേട്ടോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുമ്പോൾ. പക്ഷേ ആ ഒരു ടോക്സിസിറ്റി ഉണ്ടെങ്കിലും നിങ്ങൾ മൂലം ഒരുപാട് ടെൻഷൻ, സ്ട്രെസ്സ് കാര്യങ്ങളൊക്കെ ആ ഒരു പേഴ്സണ് വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ പോലും ആ ഒരു പേഴ്സണ് വേണമെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ടോട്ടലി എൻഡപ്പ് ആക്കിയിട്ട് അവരുടെ കാര്യം നോക്കിയിട്ട് പോകാം. പക്ഷെ അതവർ ചെയ്യാത്തത് ഇപ്പോഴും നിങ്ങൾക്ക് അവരുടെ മനസ്സിലൊരു സ്ഥാനം ഉള്ളത് കൊണ്ടാണ്, ഒരു ഇമ്പോർട്ടൻസ് ഈ ഒരു റിലേഷൻഷിപ്പിന് നൽകുന്നത് കൊണ്ടാണ്. പക്ഷേ മുമ്പ് എത്രത്തോളം അവർ തന്നിരുന്ന ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇൻറ്റൻസിറ്റി അവരിപ്പോൾ കാണിക്കുന്നുണ്ടായിരിക്കില്ല. മേ ബി ഈ കുറേ പേർക്കൂടെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ്. ആ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ പോലും നിങ്ങൾ നോക്കിക്കോ, വീണ്ടും നിങ്ങൾ അവരുമായിട്ട് കണക്റ്റഡ് ആകും. ആ ഒരു കണക്ഷൻ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കണം ഇപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളെ ഒട്ടും തന്നെ ചിന്തിക്കുന്നുണ്ടായിരിക്കില്ല, വളരെയധികം ആ ഒരു പേഴ്സൺ മാറിക്കഴിഞ്ഞിരിക്കുന്നു, ഇപ്പോൾ എന്നോടുള്ള സ്നേഹത്തിന് കുറവ് വന്നിരിക്കുന്നു എന്നെല്ലാമായിരിക്കും നിങ്ങൾക്ക് ചിന്തകൾ നിങ്ങളുടെ മൈൻഡിൽ ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒട്ടും തന്നെ അവർക്കിപ്പോൾ നമ്മളെ വേണ്ട, അവർക്കിപ്പോൾ അവരുടെ കാര്യങ്ങളാണ് മുഖ്യം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കണം. പക്ഷെ അല്ല, അവരിപ്പോഴും അവിടെ ജസ്റ്റ് ഒന്ന് മാറി നിൽക്കുന്നു എന്ന് മാത്രമാണ്. അവരുടെ മനസ്സിൽ ഇപ്പോഴും അവർ നിങ്ങൾക്കായിട്ടുള്ളൊരു സ്ഥാനം നൽകുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ പ്രസൻ്റ്ലി അവരുടെ ഒരു സിറ്റുവേഷൻസ് കാണുന്നത് മേ ബി സോഷ്യൽ മീഡിയാസിലൂടെയോ ബാക്കി കാര്യങ്ങളിലൂടെയൊക്കെ കാണുന്നത് മേ ബി വളരെയധികം അവർ ഹാപ്പി ആയിട്ടോ കാര്യങ്ങളായിരിക്കുള്ളൂ. പക്ഷെ ഒരിക്കലും ഒരാളുടെ ഇന്നർ കാര്യങ്ങൾ, അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഒരിക്കലും ഇപ്പോൾ ഡോണ്ട് ജഡ്ജ് ബൈ എ ബുക്ക് എന്നൊക്കെ ഉള്ളൊരു സംഭവം ഉണ്ടല്ലോ, അതുപോലെ ഡോണ്ട് ജഡ്ജ് ബൈ എ എന്താ പറയുക ഔട്ട്സൈഡ് സിറ്റുവേഷൻസ്. അതായത് അവർ എങ്ങനെയാണോ നടക്കുന്നത്, അവരുടെ സോഷ്യൽ മീഡിയ സ്റ്റാറ്റസ്, അതൊന്നും നോക്കിയിട്ട് നിങ്ങൾ വിലയിരുത്തരുത്. ഓക്കെ, അത് കുറേയൊക്കെ മേ ബി നിങ്ങളെ കാണിക്കാനും കൂടി വേണമെങ്കിൽ ചെയ്യുന്നുണ്ട് എന്നിവിടെ കാണിക്കുന്നുണ്ട് കുറേ പേരുടെ എനർജിയിൽ. ഇന്നർ ഇതിൽ നോക്കുകയാണെങ്കിൽ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പെടപ്പ് ഇപ്പോഴും കാണുന്നുണ്ട്. കാരണം അവർക്ക് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. അവർക്ക് വേറെ ഫാമിലി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വേറെ ഫാമിലി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഫാമിലി അല്ലാത്ത രണ്ട് വ്യക്തികളാണ്, ലവേഴ്സ് ആണെങ്കിൽ പോലും അവിടെ നിങ്ങൾക്കായിട്ട് തന്നിരുന്ന സമയവും അല്ലെങ്കിൽ നിങ്ങൾക്കായിട്ട് മാറ്റിവെച്ചിരുന്ന ഒരു സമയം, അതിൻ്റെ ഒരു വാല്യൂ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്നതാണ് അവരുടെ മനസ്സിലുള്ളൊരു ദുഃഖം.
ഇപ്പോഴും നിങ്ങൾ മേ ബി കംപ്ലൈൻറ്റ്സ് പറയുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളെ അവർ പണ്ട് ശ്രദ്ധിച്ച പോലെ ഇപ്പോൾ ശ്രദ്ധിക്കുന്നില്ലാത്തതിൻ്റെ ആ ഒരു ഉള്ളിലത്തെ ആ ഒരു ദേഷ്യം വെച്ചിട്ട് നിങ്ങൾ പല രീതിയിലും അവരെടുത്ത് പല കാര്യങ്ങളിലൂടെ പ്രതികരിക്കുന്നുണ്ടായിരിക്കണം. പണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ല നല്ല സംഭാഷണങ്ങൾ ഉണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു ടൈം ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടായിരിക്കണം. എന്തുകൊണ്ട് എന്നെ വിളിച്ചില്ല ഈ ഒരു സമയത്ത്, അല്ലെങ്കിൽ എന്തിന് ഇപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് റിപ്ലൈ തന്നില്ല, ഒരുപാട് സമയം. അതൊക്കെ മേ ബി അവർ മുമ്പ് തന്നിട്ടുണ്ടായിരിക്കണം, ഇപ്പോൾ തരാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കണം. നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് കുറേ കഴിഞ്ഞിട്ടായിരിക്കണം നിങ്ങൾക്ക് റിപ്ലൈ തരുന്നുണ്ടായിരിക്കുക. അങ്ങനെയൊക്കെ കാണുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, ഓക്കെ അവരിപ്പോൾ അവരുടെ മനസ്സിൽ നമുക്കൊരു സ്ഥാനമില്ല, നമുക്കൊരു ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, അവർക്കുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ രണ്ടുപേരുടെ രണ്ട് റിലേഷൻഷിപ്പിലെ എനർജീസ് ചെക്ക് ചെയ്യുമ്പോൾ എനർജീസിൽ ഒരുപാട്, അത് ഏതൊരു റിലേഷൻഷിപ്പിലും അങ്ങനെ തന്നെയാണ് അല്ലേ. നമ്മൾ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഫസ്റ്റ് സ്റ്റാർട്ടിങ് പോലെ ആയിരിക്കില്ല പിന്നീട് അങ്ങോട്ടേക്കുള്ളൊരു കാലഘട്ടം. പക്ഷെ അതിനർത്ഥം അവർക്ക് നിങ്ങളോട് സ്നേഹമില്ല എന്നതല്ല, ആ എനർജിയിൽ ഒരുപാട് വേരിയേഷൻസ് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, എനർജീസിൽ ഒരുപാട് വേരിയേഷൻസ് വന്നിട്ടുണ്ട്. പക്ഷെ അവരുടെ നമ്മൾ റീഡിങ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളാണ് ഇവിടെ ചെക്ക് ചെയ്യുക, ഇന്നർ പ്ലേസ് ആണ് അവിടെ ചെക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങളുടെ ഒരു സ്ഥാനം അവർക്ക് അവരുടെ ഉണ്ട്. എത്രയൊക്കെ കാലം കഴിഞ്ഞാലും, എത്രയൊക്കെ ഇതിൽ കുറേ പേർക്ക് കുറേ കാലങ്ങളായിട്ട് തന്നെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇരിക്കുന്ന വ്യക്തികൾ തന്നെ കാണിക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾക്ക് അവരെ മറക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കില്ല, അവർക്ക് നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരിക്കില്ല. ഇപ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, ആലോചിക്കുന്നുണ്ട് എന്നതുള്ളതാണ്. പക്ഷെ ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യത്തിൽ മേ ബി ഫസ്റ്റ് തന്നിരുന്ന ആ ഒരു വാല്യൂ, റെസ്പെക്റ്റ്, ഇമ്പോർട്ടൻസ് ഒന്നും ഇപ്പോൾ നിങ്ങൾക്ക് തരുന്നുണ്ടായിരിക്കില്ല. അതിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് ആ എനർജീസിൻ്റെ, നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജീസിൽ ഒരുപാട് വേരിയേഷൻസ് വന്നിട്ടുണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, പക്ഷെ ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ നിങ്ങൾക്ക്. അവരുടെ ആരാണോ ആരൊക്കെയാണോ അവരുടെ ലൈഫിനെക്കാട്ടി, ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരേ ഒരു ഫാമിലിയിലെ ഒരു ആളെപ്പോലെയാണ്. അത് മുമ്പ് എങ്ങനെയാണ് ആ ഒരു പേഴ്സൺ ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു അതർ ഫാമിലി പേഴ്സൺ എന്നുള്ള രീതിയിലേക്ക് രണ്ടുപേർ കണക്റ്റഡ് ആയി. അപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാനും എങ്ങനെയൊക്കെയുള്ള ഒരു രീതിയിലാണ് ആ ഒരു പേഴ്സൺ നിന്നിരുന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾ വളരെയധികം അടുത്തതിന് ശേഷം നിങ്ങൾ അവരുടെ സ്വന്തം തന്നെയാണ്. ആ ഒരു സ്വന്തത്തോട് അവർ പ്രത്യേകിച്ചൊരു പരിഗണന, അല്ലെങ്കിൽ ഇന്ന സമയം, അല്ലെങ്കിൽ ഒരു മരുന്ന് കൊടുക്കുന്ന പോലെ കാണിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് സ്വന്തമായിട്ട് ആയി എന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്കിങ്ങനെ എന്താ പറയുക, അങ്ങനെ ഒരു എന്താ പറയുക ചിന്താഗതിയിൽ നിൽക്കുന്ന ഒരു പേഴ്സണാണ് കേട്ടോ ഈ ഒരു പേഴ്സൺ. അത് നമ്മളെ സ്വന്തമാണ്. അവർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ അവരുടെ സ്വന്തം തന്നെയാണ്. ആ ഒരു സ്വന്തമായതിനു ശേഷം എന്താ പറയുക, ആവശ്യമില്ലാത്ത എന്താ പറയുക പണ്ടത്തെ പൈങ്കിളി കാര്യങ്ങളൊന്നും അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു ഇതിലാണ്. പക്ഷേ അത് നിങ്ങളവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾ ഇതൊക്കെ വേണം എന്നുള്ളത്. ആ ഒരു എക്സ്പെക്റ്റേഷൻ ഉള്ളത് കൊണ്ട് അവർക്കത് മനസ്സിലാകുന്നുമില്ല. ആ ഒരു ഇതിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏറെക്കുറെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നത് ഇവിടെ. ഓക്കെ.